ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 6 വർഷം സ്വന്തം മകനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയിട്ടുള്ള അച്ഛനാണോ യഥാർത്ഥ രക്ഷിതാവ്? അതോ 6 വർഷം കുഞ്ഞിനെ വിട്ടുപോയ ശേഷം തിരികെ വന്ന് നിയമത്തിന്റെ പിന്തുണയോടുകൂടി ആ കുട്ടിയെ കൊണ്ടുപോയ ആളാണോ? കേരളത്തെ നടുക്കിയ അല്ലെങ്കിൽ ഒരുപാട് വിഷമിപ്പിച്ച, കരയിപ്പിച്ച രഞ്ജീഷിന്റെ മരണത്തിന് പിന്നാലെ ഉയരുന്ന ചോദ്യമാണിത്. ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ആകമാനമുണ്ട്. സോഷ്യൽ മീഡിയ പേജുകൾ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രമാണ് ഒരുപക്ഷെ കാണാൻ കഴിയുന്നത്. ഒരു സാധാരണ ബസ് കണ്ടക്ടറാണ്. വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കൊച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യനാണ് രഞ്ജീഷ്. പക്ഷേ തന്റെ മകനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ രഞ്ജീഷ് എന്ന് പറയുന്ന യുവാവിന്റെ 38 വയസ്സുകാരന്റെ ജീവിതം മുഴുവനും. ഒരു ദിവസം ഈ ഒരു ലോകം മുഴുവനും പൊടുന്നനെ തകർന്നു വീഴുന്ന സാഹചര്യം. നിയമത്തിന്റെ ഉത്തരവിൽ സ്വന്തം മകനെ നഷ്ടമാവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ രഞ്ജീഷിന്റെ ജീവനും അയാൾ ഇല്ലാതെയാക്കുന്നു. ഇതൊരു വെറും ഒരു ആത്മഹത്യയുടെ ഒരു സംഭവ കഥയോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഒരു അച്ഛന്റെ കണ്ണുനീർ എത്രത്തോളം ഉണ്ട്, ആ അച്ഛന്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേരള മനസാക്ഷിക്ക് മുമ്പിൽ തുറന്നു വെക്കുന്ന ഒരു സംഭവം കൂടിയായിട്ട് മാറുന്നുണ്ട്. ഈ പുരുഷന്മാരുടെ മാനസികമായിട്ട് വേദനയെക്കുറിച്ച് സമൂഹം കേൾക്കാൻ തയ്യാറാണോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യത്തിന്റെ മുമ്പിലാണ്. അതായത് ഒരു വലിയ ചോദ്യമാണ് ഇതെല്ലാം. ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണമായിട്ടുള്ള ഒരു ദുരന്തമായിട്ട് രഞ്ജീഷിന്റെ ഈ ഒരു വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. കുമളിയിലെ ബസ് കണ്ടക്ടർ ആയിരുന്നു രഞ്ജീഷ്. സാധാരണക്കാരനായിട്ടുള്ള ഒരാള്. വിവാഹം നടക്കുന്നു, കൂടാതെ മകൻ ഉണ്ടാകുന്നു, മകൻ ജനിക്കുന്നു. അധികകാലം ഈ കുടുംബ ജീവിതം രഞ്ജീഷിന്റെ മുന്നോട്ട് പോയില്ല. കാലക്രമേണ ഇരുവരും വേർപിരിഞ്ഞ ജീവിതത്തിലായി. രഞ്ജീഷിന്റെ ഭാര്യയെ വിദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അവർ മറ്റൊരു ജീവിതം തന്നെ തുടങ്ങുകയാണ്. രഞ്ജീഷുമായിട്ട് അകന്നു താമസിക്കുന്നു. മകനെ എന്തായാലും രഞ്ജീഷിന്റെ അടുത്ത് വിട്ടിട്ടാണ് ഇവർ പോകുന്നത്. മകനെ രഞ്ജീഷ് പൊന്നുപോലെ തന്നെ നോക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കാലക്രമേണ ഇരുവരും വേർപിരിഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് രഞ്ജീഷിന്റെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് മാറുന്നത്. കാരണം ആ സമയത്ത് അവൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ അവന്റെ കൈ പിടിച്ച് എന്താ പറയാ, ആ ഒരു കുഞ്ഞു മകനും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അച്ഛനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കുട്ടി. അമ്മയുടെ സാന്നിധ്യമില്ലാതെ വളരേണ്ടി വന്ന ആ കുട്ടിക്ക് രഞ്ജീഷ് സത്യത്തിൽ അച്ഛനും അമ്മയും ഒക്കെ ആയി മാറുന്നുണ്ട്. സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, അസുഖം വന്നാൽ രാത്രി ഒന്നാകെ ഉറക്കമിളച്ചിരുന്ന് അവനെ നോക്കുന്നതും എല്ലാം രഞ്ജീഷ് തന്നെയായിരുന്നു. ആ കുഞ്ഞായിരുന്നു സത്യത്തിൽ രഞ്ജീഷിന്റെ ലോകം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന് വലിയ തലച്ചോറൊന്നും വേണ്ട. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിയമ പോരാട്ടം നടക്കുകയാണ്, വർഷങ്ങൾ കടന്നു പോകുന്നു. അതിനിടെ കുട്ടിയുടെ സംരക്ഷണാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടം ആരംഭിക്കുകയാണ്. കോടതി മുറിയിൽ ഇങ്ങനെ വാദങ്ങൾ നിരന്തരം നടക്കുന്നു. രേഖകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അഭിഭാഷകർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിയമഭാഷകൾക്കിടയിൽ ആരും കാണാതെ പോയത് ഒരു അച്ഛന്റെ ഹൃദയമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കുട്ടികളുടെ നിയമപരമായിട്ടുള്ള അവകാശം, അമ്മയുടെ അവകാശം, അച്ഛന്റെ അവകാശം, അങ്ങനെ എല്ലാം ചർച്ചയായി മാറി ഇവിടെ. എല്ലാ ഘട്ടങ്ങളിലും എല്ലാ തലങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ 6 വർഷം നീണ്ട ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിലയിരുത്തപ്പെട്ടു എന്ന ചോദ്യം ഇന്ന് ഉയരുന്നുണ്ട്. 6 വർഷം അച്ഛനും കുട്ടിയും തമ്മിലുണ്ടായിട്ടുള്ള ആ ബന്ധം അത് എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും അളക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും അവസാനം കോടതി വിധി വരികയാണ്. കുട്ടിയെ അമ്മയ്ക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവ്. നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ രഞ്ജീഷിന് അത് അനുസരിക്കാതിരിക്കാനും സാധിക്കുമായിരുന്നില്ല. പക്ഷെ അത് രഞ്ജീഷിന്റെ ജീവിതത്തിന്റെ അവസാന അധ്യായമായിട്ട് മാറുകയായിരുന്നു. മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന, സ്വന്തം ജീവിതം തന്നെ ഇല്ലാതെയായി, ഒടുവിൽ സ്വന്തം മകനെയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരച്ഛൻ. മകനെ കൊണ്ടുപോകുന്ന ദിവസം അന്ന് രഞ്ജീഷ് അനുഭവിച്ച വേദന എന്തായിരുന്നു എന്നുള്ളത് ആർക്കെങ്കിലും
ചിന്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. 6 വർഷം ഉറക്കമില്ലാതെ വളർത്തിയ ആ കുഞ്ഞാണ് കൈവിട്ടു പോയത്. ഓരോ രാത്രിയും ഒപ്പമുണ്ടായിരുന്ന ഒരു ജീവൻ. അവനെ പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ആ വേദനയുടെ ആഴമളക്കാൻ ഒരു നിയമ പുസ്തകത്തിനും ഒരുപക്ഷെ കഴിയില്ല. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഇതെല്ലാം നിയമ നടപടിയാണ്. കോടതിക്ക് കോടതിയുടേതായ വഴികളിലൂടെ മാത്രമാണ് പോകാൻ കഴിയുക. അപ്പൊ സമൂഹം പലപ്പോഴും പുരുഷന്മാരോട് പറയുന്നത് കരയരുത് എന്നൊക്കെയാണ്. പക്ഷേ ഹൃദയം പറിച്ചെടുക്കുന്ന ഒരു വേദന വന്നാൽ പുരുഷന്മാരൊക്കെ എന്താ, മനുഷ്യരല്ലേ? അവർക്ക് കരയണ്ടേ? അവരുടെ വേദനയും പുറം ലോകം അറിയണ്ടേ? അതും അറിയണമല്ലോ. അപ്പോ ധൈര്യമായി നിൽക്കൂ, ഒരു പുരുഷനല്ലേ, കരയരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് മുറവിളികൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മരണത്തിന് ശേഷവും അടങ്ങാത്ത വിവാദമാണ്. കാരണം രഞ്ജീഷ് ഒടുവിൽ മരണത്തെ പുൽകുകയാണ് ഉണ്ടായത്. മകൻ പോയ വേദന കൂടി താങ്ങാനാകാതെ വന്നപ്പോൾ. ആ വാർത്തയാണ് ഇന്ന് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആളുകളാണ് രഞ്ജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെ എഴുതിയിടുന്നത്. പലരും നിയമവ്യവസ്ഥയെ തന്നെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റു ചിലർ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ വിധിന്യായങ്ങൾ നിന്ന് വിട്ടുനിൽക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സത്യം എന്താണെന്ന് കോടതി രേഖകളും അന്വേഷണങ്ങളും മാത്രമേ സത്യത്തിൽ വ്യക്തമാക്കൂ. എന്തായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ആ മനുഷ്യൻ ഇനി നമ്മോടൊപ്പം ഇല്ല. ആ കുട്ടിക്ക് അച്ഛനെ നഷ്ടമായി, ഒരു കുടുംബം ഒന്നാകെ തകർന്നു. ഇതാണ് ഈ ഒരു സംഭവത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. സമൂഹം കേൾക്കാത്ത പുരുഷന്മാരുടെ വേദന. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അനീതികളെ കുറിച്ച് പലപ്പോഴും ദിനം പ്രതി എന്നോണം സത്യത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അത് നടക്കണം, അത് അനിവാര്യമായത് തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള തർക്കവും പറയാനില്ല. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മാനസിക സമ്മർദ്ദത്തിൽ തകരുന്ന പുരുഷന്മാരുണ്ട്, വിവാഹ പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന പുരുഷന്മാരുണ്ട്, കുട്ടികളെ നഷ്ടപ്പെടുന്ന അച്ഛന്മാരുണ്ട്, വികാരങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ കരയുന്ന മനുഷ്യരുണ്ട്. അവരുടെ കഥകളൊന്നും പലപ്പോഴും വാർത്തയാകാറില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഒരു മുഖംമൂടിക്ക്, അതായത് ഓരോ മുഖംമൂടിയും ധരിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പുരുഷന്മാരെല്ലാം നിൽക്കുന്നത്. ഈ ഒരു മുഖംമൂടിക്ക് പിന്നിലും ഹൃദയം പിളരുന്ന വേദനയുണ്ട് എന്നുള്ളതാണ്. രഞ്ജീഷിന്റെ മരണം ആ വേദനയെ വീണ്ടും സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നിട്ട് തന്നിരിക്കുകയാണ്. ഇന്ന് രഞ്ജീഷ് ഇല്ല. പക്ഷെ അവൻ ഉയർത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. നിയമം വികാരങ്ങളെ എത്രത്തോളം കാണണം? ഒരു കുട്ടിയുടെ യഥാർത്ഥ രക്ഷിതാവ് ആരാണ്? പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നു? ആത്മഹത്യക്ക് പിന്നിലെ നിശബ്ദ നിലവിളികളെയൊക്കെ കേൾക്കാനായിട്ട് സമൂഹം ഇന്ന് തയ്യാറാണോ? ഇവയൊക്കെയാണ് ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ട് നിൽക്കുന്നത്. രഞ്ജീഷിന്റെ കഥയിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്നത് കോടതികളുടെയും നിയമത്തിന്റെയും ഒക്കെ കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഏതാണ്ട് പറയാൻ കഴിയും, ഒരു അച്ഛന്റെ കണ്ണീര് യഥാർത്ഥമായിരുന്നു. ആ അച്ഛന്റെ കണ്ണീര് യഥാർത്ഥമായിരുന്നു എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ വേദന സത്യസന്ധമായിട്ടുള്ളതായിരുന്നു. ആ വേദന കേൾക്കാൻ ആരെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ജീവൻ ഇന്ന് നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നേനെ. രഞ്ജീഷിന്റെ മരണം നമുക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ബാക്കി വെക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ളൊരു ദുരന്തം നമുക്കിടയിൽ ഉണ്ടാകാതിരിക്കട്ടെ.